നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 796 796. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 796. 55-ാം സർഗം ഭിക്ഷുവിൻ്റെ പശ്ചാത്താപം എന്നുള്ള ഭാഗത്താണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 23-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആത്മശ്രേയസ്സിനായി തന്നെ യത്നിച്ചിടാത്ത മാനുഷൻ എത്രയാം ജീവിതത്തിന് നഷ്ടം ചെയ്യുവതോർക്കുകിൽ. ആത്മശ്രേയസ്സിനായി തന്നെ യത്നിച്ചിടാത്ത ആത്മാവിൻ്റെ ശ്രേയസ്സിന് വേണ്ടി പ്രയത്നിക്കാത്തവരെ മനുഷ്യരെ എത്രയാം വളരെയധികം ഉണ്ട്. ജീവിതത്തിന് നഷ്ടം ചെയ്യുവതോർക്കുകിൽ അവരെന്ത് ചെയ്യണു? അവരുടെ ജീവിതത്തിന് നഷ്ടം സംഭവിക്കണമെന്ന് പറയണു. പശ്ചാത്താപമാണ്, പരിതപിക്കണം. അപ്പോൾ 24-ാമത്തെ ശ്ലോകം മുതൽക്ക് ഇന്ന് പറയണം. മർത്യനാവുകിൽ നേടേണ്ടും ഭക്തിജ്ഞാനങ്ങൾ തൻവില. വളരെ ശ്രദ്ധിക്കണം. മർത്യനാവുകിൽ മരണം സ്വാഭാവികമായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവശ്യം നേടേണ്ടത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ. തൻവില അണുപോലും അറിഞ്ഞിടാതെത്ര പേരാം ജഗത്തിതിൽ. ഇങ്ങനൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ വളരെയധികം ധൈര്യം വേണം, വേണ്ടേ? അപ്പോൾ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി വളരെ അർത്ഥവത്തായിട്ടുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് മർത്യനാവുകിൽ നേടേണ്ടും ഭക്തിജ്ഞാനങ്ങൾ തൻവില അണുപോലും തലനാരഴയ്ക്ക് കൂടി അറിഞ്ഞിടാതെ എത്ര പേരാം ഈ ഭൂമിയിൽ എന്ന് ചോദിച്ചു. പിന്നെ പണത്തിനും പേരിനുമായി തന്നെ പോക്കുന്നു ജീവിതം. വ്യർത്ഥമാക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്താ വ്യർത്ഥമാക്കണത്? പണത്തിനും പേരിനുമായി തന്നെ പോക്കുന്നു ജീവിതം. തിരിഞ്ഞ് ഉൾപ്പൂവിലേക്കൊന്ന് നോക്കിയിടുകിൽ അതേ മതി. ഒരു യൂടേൺ എടുത്തിട്ട് തൻ്റെ മനസ്സിൽ എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവണോ, അത് ആവശ്യമാണോ അല്ലയോ, നമ്മളതിനെ നേരെ ആക്കണോ വേണ്ടേ എന്നൊന്നൊരു പുനർചിന്തനം ആവശ്യമാണെന്നാണ് പറഞ്ഞത്. പുനർചിന്തനം. തിരിഞ്ഞ ഉൾപ്പൂവിലേക്കൊന്ന് നോക്കിയിടുകിൽ അതേ മതി, അത് മതി. അനുഗ്രഹിപ്പാൻ കൈപൊക്കി നിൽക്കയാം കരുണാനിധി. ഈശ്വരൻ ആരാണ് തന്നെ ശ്രദ്ധിക്കണത് എന്ന് നോക്കി നിൽക്കുകയാണ്. കൈ പൊക്കിയിട്ട് അഭയമുദ്ര കാണിച്ചിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ആരും ഭഗവാനെ സ്തുതിക്കുന്നത് പോരാ, അല്ലെങ്കിൽ ഭഗവാനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണത് പോരാ. അനുഗ്രഹിപ്പാൻ കൈപൊക്കി നിൽക്കയാം കരുണാനിധി. അലഞ്ഞു തെണ്ടും മകനെ അച്ഛനെന്നതുമാതിരി. അലഞ്ഞു തെണ്ടിക്കൊണ്ടിരിക്കുന്ന മകനെ കാര്യഗൗരവത്തോടുകൂടി ആ മുക്കിലും ഈ മുക്കിലും പോയി തെരയുന്ന പിതാവിനെ പോലെ. സത്യത്തിൽ ഭഗവാനാണ് നമ്മുടെ പിതാവ്. വംശാവലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈശ്വരനിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്. ഈശ്വരാംശജരാണ് നമ്മൾ. അതാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യങ്ങളിൽ കൂടെ പറയുന്നത്. എന്നിട്ടോ ഹരേ മുകുന്ദ ഗോവിന്ദ നാരായണ ജനാർദ്ദന വാസുദേവ ദയാമൂർത്തേ. ഭക്തിപൂർവകം ഈ വിധം ഈ 3 വരിയിൽ ഹരേ മുകുന്ദ ഗോവിന്ദ നാരായണ ജനാർദ്ദന വാസുദേവ ദയാമൂർത്തേ 7 നാമങ്ങൾ പറയുന്നുണ്ടായി. ഈ 7 നാമങ്ങൾ തന്നെ ഉരുവിട്ട ധാരാളമായി. ഹരേ മുകുന്ദ
ഗോവിന്ദ നാരായണ ജനാർദ്ദന വാസുദേവ ദയാമൂർത്തെ. ഭക്തിപൂർവകം ഈ വിധം പവിത്ര ഭഗവൻ നാമം, ഏറ്റവും പരിപാവനമായിട്ടുള്ള ഈ നാമങ്ങൾ അപ്പോൾ പറഞ്ഞു, പവിത്ര ഭഗവൻ നാമം പാടേണ്ടും അളവൊക്കെയും പാടേണ്ടും അളവൊക്കെയും, അതായത് പാരാമീറ്റർ അളവുപോലെ. പണം 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 നാവിൽ ഇതാണെന്നും ആണെന്നും ഇതേവരെ. പണം വേണം എന്നല്ലാണ്ട് വേറെ അങ്ങനെ ഈ പണം വേണമെന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക, പിണമായി തീരും. പിണം എന്ന് പറഞ്ഞാൽ എന്താ, ശവമായിട്ട് മാറും. പണം ആവണില്ല, പിണാവും. അപ്പോൾ പണം നാവിൽ ഇതാണെന്നും ഇതേവരെ. ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യമല്ല, കേവലം ഭഗവത് കൃപയാണ് എന്നെ ഇന്നു രക്ഷിച്ചതോർക്കുകിൽ. ആ റിയലൈസേഷനാണത്. ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യമല്ല, കേവലം പിന്നെന്താ, ഭഗവത് കൃപയാണെന്നെ ഇന്നു രക്ഷിച്ചതോർക്കുകിൽ. നമ്മളെ ഓരോരുത്തരെയും ധർമ്മസങ്കടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ഭഗവാനാണ്. കാരണം എന്താ, ഭഗവാൻ ഭക്തവത്സലനാണ്, ദയാസിന്ധു, കാരുണ്യക്കടലാണ്, സമുദ്രമാണ്. എന്നിട്ട് പറയണു, ഭഗവത് കൃപയാണെന്നെ എന്നു രക്ഷിച്ചതോർക്കുകിൽ. ആകയാൽ ഇനി മേലുള്ള കാലം, ഇനി മരിക്കുന്നത് വരെ ആജീവനാന്തം നിൻ ചരണാംബുജം, ഭഗവാനെ അങ്ങയുടെ തിരുവാതപത്മങ്ങൾ ധ്യാനിച്ചും മനസ്സിൽ സദാ കോണ്ടംപ്ലേറ്റ് ചെയ്യുക, ധ്യാനിക്കുക, റിയലൈസ് ചെയ്യുക. ധ്യാനിച്ചും നാഥ നിൻ പുണ്യനാമം കീർത്തിച്ചും അങ്ങിനെ ആസ് ഇറ്റ് ഈസ്. ജന്മം സഫലമാവാനൊന്നലിയേണം മഹാപ്രഭോ. എൻ്റെ ജന്മം സഫലമാക്കി തീർക്കാൻ അങ്ങ് ഒന്ന് അനുഗ്രഹിക്കണം. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ജന്മം സഫലമാവാനൊന്നലിയേണം മഹാപ്രഭോ. അസംഖ്യ ജന്മം ഈ മണ്ണിൽ ഇതിൻ മുമ്പിൽ ഇതേ വിധം. അസംഖ്യം, നമ്പർലെസ്, എണ്ണാൻ പറ്റില്ല. അസംഖ്യ ജന്മം ഈ മണ്ണിൽ ഇതിൽ മുമ്പിൽ ഇതേ വിധം. ധനസമ്പാദനത്തിനും വിഷയാസ്വാദനത്തിനും എത്രയോ ചക്രവർത്തിമാർ ധനസമ്പാദനത്തിനും വിഷയാസ്വാദനത്തിനും അവരൊന്നും അഡ്രസ്സില്ല എന്നാണ് പറഞ്ഞത്. എത്രയോ ആൾക്കാർ ഏകഛത്രാധിപതികളോട് എന്നെ ഭരിച്ചു. ഭൂമിദേവി പറയുക, അവരൊക്കെ എവിടെയാണ്? സ്ഥാനമാനങ്ങൾ നേടാനും കുടുംബോദ്ധാരണത്തിനും, കുടുംബത്തിനെ ഉദ്ധരിക്കുക. അത് തെറ്റായ വഴിയിലാവരുത്, നേരായ വഴിയിലാവാം. സ്ഥാനമാനങ്ങൾ നേടാനും കുടുംബോദ്ധാരണത്തിനും വെറും മർത്യൻ്റെ സേവയ്ക്കും, നമ്മളെപ്പോലുള്ളവരെ സേവിച്ച് അവനെ കുഴിയിലിറക്കുക, അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. വെറും മർത്യൻ്റെ സേവയ്ക്കും മറ്റും യത്നിച്ചുകൊണ്ടു ഞാൻ നശിപ്പിച്ചില്ലയോ കാലം നിഷ്പ്രയോജനമാം വിധം. ഇതാണ് റിയലൈസേഷൻ. നിഷ്പ്രയോജനമാം വിധം, ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ ഞാൻ എൻ്റെ ജന്മത്തെ പാഴാക്കിയില്ലോ എന്ന് അദ്ദേഹം പരിതപിക്കുകയാണ്. ആരെ? അവധൂതൻ. സ്വപ്നരാജം കൊതിക്കാതെ, സ്വപ്നരാജം മിഥ്യാബോധത്തിൽ, സ്വപ്നരാജ്യം കൊതിക്കാതെ നല്ലോരെ പോലുണർന്ന് ഇനി അക്രോധം, അനഹങ്കാരം, ബ്രഹ്മചര്യം, അനാഗ്രഹം, വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അക്രോധം, ക്രോധിക്കാതെ കണ്ടിരിക്കുക. അനഹങ്കാരം, അഹങ്കാരമില്ലാതെ കണ്ടിരിക്കുക. ബ്രഹ്മചര്യം, അനാഗ്രഹം, ഒന്നിനെയും ആഗ്രഹിക്കാതെ കണ്ടിരിക്കുക. വരണതിനെ സ്വീകരിക്കുക. സത്യം, മൗനം, ക്ഷമ തുടർന്നവ ശീലിച്ചുകൊണ്ടു ഞാൻ ആത്മശ്രേയസ്സിന് കിണഞ്ഞൊരാണ്ടെങ്കിലും ആ വിധം ഒരു വർഷമെങ്കിലും ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ചാൽ 365 ദിവസവും ഈ പറഞ്ഞ അക്രോധം, അനഹങ്കാരം, ബ്രഹ്മചര്യം, അനാഗ്രഹം, സത്യം, മൗനം, ക്ഷമ, 7 എണ്ണം പറഞ്ഞു, എക്സെട്ര.
അപ്പോൾ ക്ഷമ തുടർന്നവ ശീലിച്ചുകൊണ്ടു ഞാൻ ആത്മശ്രേയസ്സിന് കിണഞ്ഞൊരാണ്ടെങ്കിലും ആവിധം ജീവിക്കുകിൽ ഇതേ ലോകം അന്ന് വൈകുണ്ഠമായി വരും. വൈകുണ്ഠം എന്ന് പറഞ്ഞത് ഇവിടെ തന്നെയാണേ. വൈകുണ്ഠപ്രാപ്തി എന്ന് പറഞ്ഞാൽ വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയിട്ടുള്ള ഈ ശരീരത്തിൽ ഞാൻ തന്നെയാണ് മേധാവി. അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ മതി. നമ്മൾ തന്നെ നമ്മുടെ മനസ്സാകുന്ന ആകാശ ഗമനത്തിന് ഉപയോഗിക്കുന്ന വാഹനമാണ് മനസ്സ് അല്ലേ. അതിൽ ലെഫ്റ്റ് റൈറ്റ് മുമ്പ് പിമ്പ് എവിടെ തിരിഞ്ഞാലും നാരായണ 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 എന്ന് കേൾക്കുന്നുണ്ട് എന്ന് ബോധിച്ചാൽ മതി. ആ ബോധ്യം നമ്മളെ ഉയർത്തും. അപ്പോൾ പറയണു, അപ്പോൾ ജീവിക്കുകിൽ ഇതേ ലോകം അന്ന് വൈകുണ്ഠമായി വരും. ഭക്തിജ്ഞാനങ്ങൾ ഉൾക്കാമ്പിലുയർത്തും മർത്യജീവിതം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉൾക്കാമ്പിൽ ഉയർത്തും മർത്യജീവിതം. ഇത്രയും സുമഹത്താണെന്നറിഞ്ഞില്ലൊരു ലേശവും. ഈ മനുഷ്യജീവിതം വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ അറിയാതെ കണ്ടുപോയി എന്ന ഒരു സെൽഫ് കൺഫെഷനാണ് നടത്തുന്നത്. ഈ സെൽഫ് കൺഫെഷൻ നമ്മൾക്കൊക്കെ ബാധക. ഞാൻ അറിയാണ്ട് എത്ര തെറ്റ് ചെയ്തു, എത്ര ദിവസം ഞാൻ ഉറങ്ങി, എന്താ പറയുക, ആലസ്യത്തോടു കൂടി എന്താണ് പറയുക, ഒരു ഉഷാറില്ലാതെ കണ്ട് ഭഗവാനെ പറ്റിയിട്ട് ഞാൻ അരനിമിഷം ബോധവാനായില്ലല്ലോ. അതാണ് ബോധവാനായില്ലല്ലോ എന്നൊരു വിഷമം. പറഞ്ഞേ. അപ്പോൾ ഇത്രയും സുമഹത്താണെന്നറിഞ്ഞില്ലൊരു ലേശവും. സ്വർഗത്തെയല്ല മോക്ഷത്തെ പോലും വാതിൽ തുറന്നുടൻ നൽകും. മനുഷ്യദേഹം കൈവന്നോൻ പിന്നെയും ഈ വിധം പണം എണ്ണിടുവാൻ മാത്രം കൊള്ളും ആവിധമാവുകിൽ. വെറുതെ പണം എണ്ണുന്നൊരു റോബോട്ടായിട്ട് മനുഷ്യൻ തീരരുത്. പലിശ മാത്രം നോക്കിയിട്ട് ദീർഘശ്വാസം വിടുന്ന ഒരു മൃഗമായിട്ട് തീരരുത്. ഭഗവാനെ റിയലൈസ് ചെയ്തുകൊണ്ട് ഈ ജന്മം തന്നെ പരിമിതിയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്കും വൈകുണ്ഠത്തിലാണ് ഞാൻ, എൻ്റെ ഉള്ളിൽ സാക്ഷാൽ ശ്രീഹരി വസിക്കുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ശ്രീഹരിനെ ഞാൻ അനുഭവിക്കണു, കാണണു, ഞാൻ ബഹുമാനിക്കണു എന്നൊരവസ്ഥ ഉണ്ടായാലത്തെ സ്ഥിതി എന്താ? ഇതന്നെ അവരവർ ജീവിക്കണ സ്ഥലം എന്താവും? പിന്നെ വൈകുണ്ഠാവും. അപ്പോൾ സ്വർഗത്തെയെല്ലാം മോക്ഷത്തെയെല്ലാം സ്വർഗത്തെയെല്ലാം മോക്ഷത്തെ പോലും വാതിൽ തുറന്നുടൻ നൽകും. മനുഷ്യദേഹം കൈവന്നോൻ പിന്നെയും ഈ വിധം പണം എണ്ണിടുവാൻ മാത്രം കൊള്ളും ആവിധമാവുകിൽ അവനെക്കാളും ഈ മണ്ണിൽ ആരുണ്ട് അധമനായിനി. സ്വത്തിന് വേണ്ടി ജീവിക്കുക, പണത്തിന് വേണ്ടി ജീവിക്കുക, അച്ഛനമ്മമാരെ നോക്കാൻ വരാൻ ലീവില്ല. മരിച്ചാൽ നിങ്ങൾ ബോഡി എന്താ പറയുക, മെഡിക്കൽ ഹോസ്പിറ്റൽ അല്ല എന്താണ് അതെ പിന്നെ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്താൽ മതി. പിന്നെ ഞാൻ വരും ഒരു വരവ്, എന്താ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ. ആരെങ്കിലും വിറ്റിട്ടുള്ള കാശ് എടുത്തിട്ട് കനഡയിലോ മിസിസിപ്പിയിലോ വാഷിങ്ടൺ DC-യിലോ ആസ്ട്രിയയിലോ എവിടെ വെച്ചാൽ ഞാൻ ജീവിച്ചോളാം എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ അവസ്ഥയൊക്കെ മാറണം. ഈ ഭാരതദേശത്തിൽ ജനിച്ച് ഭാരതദേശത്തിൽ സത്കർമ്മം ചെയ്ത് ജീവൻ കളഞ്ഞ്, അതായത് ജീവൻ പോകുന്നവരെ സത്കർമ്മം ചെയ്യാം. അപ്പം എന്താ, പുനരഭിജനനം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അവനേക്കാളും ഈ മഞ്ഞിലാരുണ്ട് അധമനായി. ദേവന്മാർക്കും പിതൃക്കൾക്കും മർത്യർക്കും വേണ്ട മാതിരി തനിക്കും വേണ്ട കൂട്ടർക്കും വീതിച്ചിടാത്തതാം ധനം. വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. പഞ്ചയജ്ഞം ദേവന്മാർക്ക് കൊടുക്കണം, പിതൃക്കൾക്ക് കൊടുക്കണം, അതായത് മനുഷ്യസ്നേഹികൾക്ക് കൊടുക്കണം,
വേണ്ട മാതിരി തനിക്കും വേണ്ട കൂട്ടർക്കും, തനിക്കും വേണ്ട കൂട്ടർക്കും നമ്മളെക്കാൾ ഡൗൺ റോഡനായിട്ടുള്ളവരെ സഹായിക്കുക. അതാണ് ഈശ്വരീയത. ടു ബി കൈൻഡ് ടു ആൾ. ദേവന്മാരെ, പിതൃക്കളെ, ഗുരുക്കന്മാരെ, വേണ്ടപ്പെട്ട കൂട്ടർക്ക്, പിന്നെ അഞ്ചാമത്തെ ഭാഗം നമുക്കും. അപ്പോൾ തനിക്കും വേണ്ട കൂട്ടർക്കും വീതിച്ചിടാത്തതാം ധനം നിധി കാക്കുന്ന ഭൂതം പോൽ ഒളിപ്പിച്ച് അമരുന്നവൻ, അതായത് അമരുന്നവൻ എന്നാണ് കേട്ടോ വാക്ക്, അമരുന്നവൻ. അതുതാൻ ഉള്ളിൽ ഓർത്തോർത്ത് ഈശ്വരീയതനെ പറ്റി, അല്ലെങ്കിൽ ഈശ്വരനെ സദാ എണ്ണധാര പോലെ തിരിമുറിയാതെ കണ്ട് ധ്യാനം ചെയ്യുന്നതിന് പണം എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. അതുതാൻ ഉള്ളിലോർത്തോർത്ത് മരിക്കിൽ നരകത്തിലാം ആത്മകാര്യത്തിലണുവും യത്നിക്കാതെ വെറും ധനം പണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ജീവിതം നശിപ്പിക്കരുത്. നേടുവാൻ മാത്രം ആയുസ്സും ബലവും ചിലവാക്കിനേൻ, നേടുവാൻ മാത്രം ആയുസ്സും ബലവും ചിലവാക്കിനേൻ, അതോ ധർമാർത്ഥ കാമങ്ങൾക്കൊന്നും പറ്റാതെ പാടിലായി. ധർമ്മം നടത്താനോ മറ്റുള്ളവർക്ക് അർത്ഥവത്തായിട്ട് ജീവിക്കാനോ എൻ്റെ പരിമിതമായ കാമങ്ങൾ അനുഭവിക്കാനോ കൂടി എൻ്റെ പണം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് പരിതപിക്കുന്നത്. ധർമാർത്ഥ കാമങ്ങൾക്കൊന്നും പറ്റാതെ പാടില്ല. ഇനി എന്തു സാധിക്കും, ഇനി എന്തു സാധിക്കും ചോദിക്കുകയാണ്. ഇനി എന്തു സാധിക്കും? കേവലം വൃദ്ധനായ ഞാൻ ഇതെല്ലാം അകതാരിങ്കൽ നന്നായി അറിയും ആ വിധം. ഇതൊക്കെ എനിക്ക് അറിഞ്ഞിരുന്നു, പക്ഷേ പണത്തിനോടുള്ള ആസക്തി കാരണം ഞാനെല്ലാം മറന്നു എന്നാണ് പറഞ്ഞത്. ഇനി എന്തു സാധിക്കും? കേവലം വൃദ്ധനായ ഞാൻ ഇതെല്ലാം അകതാരിങ്കൽ നന്നായി അറിയും ആ വിധം. വിദ്വാൻമാർ പോലും ആശുപ്പതെന്തിനാം ധനം ഇത്രയും. ഒരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാനോ പാടിലായി. വിദ്വാൻമാർ പോലും ആശിപ്പതെന്തിനാം ധനം ഇത്രയും. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ബോംബെയിൽ 3 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിയെന്നാണ് പറഞ്ഞത്. 1 കോടി രൂപയുടെ തിരുവനന്തപുരത്തും. പ്രശ്നമുണ്ടോ? അതിനാണിപ്പോൾ ചിലവരുടെ പിന്നിൽ ED പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആവരുത്. ഇനി അപ്പോൾ പറഞ്ഞു ഇതെല്ലാം. അപ്പോൾ വിദ്വാൻമാർ പോലും ആശിപ്പതെന്തിനാം ധനം ഇത്രയും, തന്നെത്താൻ കാരണം ചിന്തിച്ചറിഞ്ഞാൻ വിപ്രൻ ഇങ്ങനെ. എനിക്ക് മനസ്സിലായി, എന്നെപ്പോലെ വിഡ്ഢികൾ ഈ ലോകത്ത് ഇനിയും വളരെയധികം ഉണ്ടല്ലോ. കഷ്ടമായിപ്പോയി. തന്നെത്താൻ കാരണം ചിന്തിച്ചറിഞ്ഞാൻ വിപ്രൻ ഇങ്ങനെ. ഏതോ മായാവിമോഹത്തിൽ പെട്ടുപോകുന്നു സർവരും. ഏതോ മായാവിമോഹത്തിൽ പെട്ടുപോകുന്നു സർവരും. ഇല്ലേ? 21,000 രൂപ കൊടുത്താൽ എത്ര മടക്കി കിട്ടും എന്നുള്ളതിൽ അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങാൻ കൊടുക്കാത്ത ആൾക്കാർ 21,000 റുപ്യ ഷെയർസിലിട്ടാൽ അത് വലുതായിട്ട് കിട്ടുന്നതൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കൂ. ഞാൻ അങ്ങനൊരു കാലത്ത് 2.25 ലക്ഷം രൂപ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഞാൻ നരിമാൻ പോയിൻ്റ് എന്തോ ഒരു കമ്പനി, നരിമാൻ പോയിൻ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞിട്ടൊന്നിൽ നിക്ഷേപിച്ചു. 75 കൊല്ലത്തിന് എന്താണെന്നാ പറയുക, ലോക്കിംഗ് പീരീഡ് ആയിരുന്നു. 76 റുപ്യ വരെ പോയി അത്. അപ്പോൾ വിൽക്കാനും പറ്റില്ല 5 കൊല്ലം കഴിയാണ്ട്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 0യിലേക്ക് വന്നു. ഞാൻ വെറുതെ അല്ല ശ്രീകൃഷ്ണ കഥാമൃതം ഇങ്ങനെ പറഞ്ഞത്. ഈ ഭിക്ഷുഗീത എൻ്റെയും ജീവിത അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾ എൻ്റെ ഇത് വായിക്കുന്നവർ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഭഗവാൻ എന്നെ കഷ്ടപ്പെടുത്തിയില്ല. ഈ കടത്തുനിന്നൊക്കെ ഞാൻ എന്താ പറയുക രക്ഷപ്പെട്ടു വന്നു.
അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഏതോ മായാവിമോഹത്തിൽ പെട്ടുപോകുന്നു സർവരും, കാലം വിഴുങ്ങുവാൻ കാത്തു നിൽക്കും മർത്യനും മന്നിതിൽ. അതായത് ഈ തൻ്റെ നിഴല് പോലെ തന്നെ തുടരുന്ന മരണം എപ്പോൾ വന്ന് നമ്മളെ പുലുകും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ആരോടും വിദ്വേഷം ഇല്ലാതെ കണ്ട് തുറന്ന മനസ്സോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. ഒരു കുഴപ്പമില്ല. നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കാലം വിഴുങ്ങുവാൻ കാത്തു നിൽക്കും മർത്യനും മന്നിതിൽ, പണം കൊണ്ടും പണക്കാരെ കൊണ്ടും എന്താം പ്രയോജനം ഇല്ലേ? എന്തെങ്കിലും ഇപ്പോൾ ഒരു 10-50 കൊടുത്താൽ ഈ യമൻ നമ്മളെ കൊണ്ടുപോകാണ്ടിരിക്കുമോ? അയാൾക്ക് എന്തിനാ പണം? ഹീ ഈസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി. നമ്മുടെ കർമ്മം ഫലം നമ്മൾ എത്ര ശ്വാസം വലിക്കണം, അത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണം. എത്ര വെള്ളം കുടിക്കണം, എത്ര വറ്റ് കഴിക്കണം. അതായാൽ കാലമായിട്ടില്ലെങ്കിലും വെള്ളം കൂടി നിൽക്കും, വറ്റ് കഴിക്കലും നിൽക്കും. പിന്നെ അങ്ങനെ ശ്വാസം വലിച്ച് കിടക്കും. അതാ പറഞ്ഞത്. പണം കൊണ്ടും പണക്കാരെ കൊണ്ടും എന്താം പ്രയോജനം. ഭൂമി കുലുക്കൊക്കെ വരുന്നുണ്ട്, പിന്നെ കൊടുങ്കാറ്റ് വരുന്നുണ്ട്, സുനാമി വരുന്നുണ്ട്. പണക്കാരനാണോ സാധാരണക്കാരനാണോ ഒന്നും പരിഗണനയില്ല ഇവിടെ. അപ്പോൾ കാർവർണ്ണൻ നിന്നെന്നിലെന്തോ കടാക്ഷിച്ചു കൃപാനിധി. കാർവർണ്ണൻ ഇന്നെന്നിലെന്തോ കാർവർണ്ണൻ ഇന്ന് എന്നിൽ എന്തോ കടാക്ഷിച്ചു കൃപാനിധി. അല്ലെങ്കിൽ ഈ മഹത്തായ വിചാരം ഒരു കാലവും ഉളവാകില്ല എനിക്ക് ഈ മറ്റൊരു വൈരാഗ്യബുദ്ധിയും. വൈരാഗ്യബുദ്ധി വന്നാലാണ് ഈശ്വരനോട് അടുക്കാൻ പറ്റുള്ളൂ. വൈരാഗ്യം, എന്തിനാ ഇങ്ങനെ തിന്മ ചെയ്തിട്ട് സമ്പാദിക്കണത് എന്നൊരു ചോദ്യം വന്നാൽ മതി, എന്നാൽ രക്ഷപ്പെട്ടു. ആചാര്യന്മാരൊക്കെ എന്താ പറയുക, ധനാഗ്രഹികളായിട്ട് ഇന്ന ശ്ലോകം കാണാൻ പാഠം പഠിച്ച് ചൊല്ലിയാൽ ധനം ഉണ്ടാവുന്നോ, വീടുണ്ടാവുന്നോ, ഐശ്വര്യമുള്ള ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടെന്നൊന്നും പറയരുത്. കാരണം ഇതൊക്കെ തെറ്റാണ്. നമ്മുടെ ഉദ്ദേശം ധർമാർത്ഥ കാമ മോക്ഷമാണ്. ഭാഗവതം അതാണ് അലയ്ക്കണത്, ഉറക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, കാർവർണ്ണൻ ഇന്ന് എന്നിലെന്തോ കടാക്ഷിച്ചു കൃപാനിധി. അല്ലെങ്കിൽ ഈ മഹത്തായ വിചാരം ഒരു കാലവും ഉളവാകില്ല എനിക്ക് ഈ മറ്റൊരു വൈരാഗ്യബുദ്ധിയും. സംസാരാബ്ധി കടക്കേണ്ടും കപ്പലേ കീടിനാൻ പ്രഭു. സംസാരം എന്ന് പറയുന്ന പുനരഭി ജനനം പുനരഭി മരണം എന്ന് പറയുന്ന സമുദ്രം താണ്ടാൻ ഭക്തിജ്ഞാന വൈരാഗ്യം എന്നുള്ള ഒരു കപ്പൽ തന്നിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം എന്നുള്ള കാറ്റ് അത് കപ്പിത്താനായിട്ട് എന്നെ മറുകരയ്ക്ക് എത്തിക്കുന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. ആകയാൽ അതിനാണ് അപ്പോൾ പറഞ്ഞു, സംസാരാബ്ധി കടക്കേണ്ടും കപ്പലെ കീടിനാൻ പ്രഭു. അതിനാണ് അമ്പോട് ഈ മർത്യദേഹം നൽകിയത് ഈശ്വരൻ. അപ്പോൾ ഈ സംസാരമാകുന്ന സമുദ്രം തരണം ചെയ്യാൻ ഉതകുന്ന കപ്പലാണ് ഈ ശരീരം. അതിലാര് കപ്പിത്താനായിട്ടുണ്ട്? ബ്രഹ്മസ്വരൂപനായിട്ട്, നാമരൂപവിവർജിതനായിട്ട്, സർവജ്ഞനായിട്ട്, സർവവ്യാപിയായിട്ട് സാക്ഷാൽ ശ്രീഹരി ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണപ്രകാരം ഉണ്ട്. എന്നിട്ടും നമ്മൾ ഭവസാഗരങ്ങളെ സൃഷ്ടിച്ച് തുന്നം പാറി നടക്കുക നമ്മൾ ചെയ്യുന്നത്. അഹോ കഷ്ടം ഹന്തഭാഗ്യം ജനാനാം. എനിക്ക് ആ ഭാഗ്യം കിട്ടണം ഇല്ലേ? എന്തിന്? ഈ ശരീരം വീണു പോകുന്നതിൻ്റെ മുമ്പേ തന്നിൽ വസിക്കുന്ന ഈശ്വരീയ ചൈതന്യത്തിനെ ഉദ്ധാരണം ചെയ്ത് ശ്രേയസ്സായിട്ടുള്ള രീതിയിൽ ഒന്നിനോടും ആഗ്രഹമില്ലാതെ കണ്ട് പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ സന്നദ്ധരാവണം നമ്മൾ. സംസാരാബ്ധി കടക്കേണ്ടും കപ്പിലെ കീടിനാൻ പ്രഭു. അതിനാണ് അമ്പോട് ഈ മർത്യദേഹം നൽകിയത് ഈശ്വരൻ. ആകയാൽ ഇനിമേലുള്ള കാലം തീവ്ര തപസ്സിനാൽ, തീവ്രമായ തപസ്,
ലൗകികമായിട്ടുള്ള ലഡ്ഡും ജിലേബിയും ഒക്കെ കഴിക്കൽ നിർത്തുക. മെല്ലെ മെല്ലെ ആഹാരങ്ങൾ നിർത്തുക. വള്ളം കൂടി നിർത്തുക. വായു മാത്രം ഭക്ഷിക്കുക. അപ്പോഴേക്കും ഭഗവാൻ നമ്മളെ കൊണ്ടുപോകാതെണ്ടിരിക്കില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഒന്നിനോടും ആർത്തിപ്പണ്ടാരം ആസക്തി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ മതി. അതിനാണ് അമ്പോടി മർത്യദേഹം നൽകിയത് ഈശ്വരൻ ആകയാൽ ഇനിമേലുള്ള കാലം തീവ്രതപസ്യനാൽ ഭഗവത് പ്രീതി സമ്പാദിച്ചിടും എന്നത് സത്യമാം. ഒരു വട്ടം, സത്യമാം 2 വട്ടം, സത്യമാം 3 വട്ടം ഉറപ്പിക്കണം. അതിനെന്തെന്തു വിഘ്നങ്ങൾ വന്നാലും തെറ്റുകില്ല ഞാൻ. ഒരു തീരുമാനത്തിലെത്തണം. അതിനെന്തെന്തു വിഘ്നങ്ങൾ വന്നാലും തെറ്റുകില്ല ഞാൻ. ഭഗവത് കൃപയാൽ ഈ ഒരാഗ്രഹം സാധ്യമായി വരാൻ പ്രതിജ്ഞ ചെയ്യണം. ഭഗവത് കൃപയാൽ ഈ ഒരാഗ്രഹം സാധ്യമായി വരാൻ അനുഗ്രഹിക്കണം സർവേശ്വരനും. സജ്ജനങ്ങൾക്കും അനുഗ്രഹിക്കാൻ പറ്റി. സജ്ജനങ്ങൾ ഒരു 10 പ്രാവശ്യം തനിക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞാൽ നന്മ വരേ. കാരണം എന്താ? സജ്ജനങ്ങളുടെ ഉള്ളിലും ചൈതന്യം തന്നെയാണ്, കറകളഞ്ഞ ചൈതന്യം അല്ലേ? അനുഗ്രഹിക്കണം സർവേശ്വരനും സജ്ജനങ്ങളും. ഇനി 52-ാമത്തെ ഈ സർഗത്തിലെ 55-ാമത്തെ സർഗത്തിലെ അവസാന ശ്ലോകം. ശ്രീവല്ലഭനുണ്ട് അലിവെങ്കിൽ ആയുസ് ആവശ്യമില്ല, അതിന് അത്രയൊന്നും പ്രാപിച്ചു ഗഡ്വാങ്കനൊരേ മുഹൂർത്തം കൊണ്ട് അന്ന് ഗോവിന്ദ പാദാരവിന്ദം. ഗഡ്വാങ്കൻ എന്ന് പറയുന്ന രാജർഷി ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ഭൂലോകത്ത് നിന്ന് സ്വർഗത്ത് പോയി. എന്തിന്? അസുരന്മാരായിട്ട് യുദ്ധം ചെയ്യാൻ. അങ്ങനെ ദേവേന്ദ്രനെ യുദ്ധം ജയിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ ഇയാളോട് പറഞ്ഞു, വളരെ നന്ദിയുണ്ട് കേട്ടോ, അങ്ങ് ഇവിടെ എത്തിയിട്ട് കുറേ കാലമായിരുന്നു. കാരണം നമ്മുടെ ദിനവും ദേവന്മാരുടെ ദിനവും കൂടി വ്യത്യാസമുണ്ട്. നമ്മുടെ ഒരു ദിവസം അല്ല, നമുക്ക് ഒരു അതെ ഒരാണ്ടെന്ന് പറഞ്ഞവർക്ക് അവർക്ക് 1 മണിക്കൂറൊക്കെ ഉള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങയുടെ കൂട്ടുകാരൊക്കെ എന്നോ മൺമറിഞ്ഞു പോയി, ജനറേഷൻസൊക്കെ പോയിരുന്നു. അപ്പോൾ പറയാണ് എനിക്കിനി എത്ര കാലം ബാക്കിയുള്ളത് എന്ന്. അപ്പോൾ പറഞ്ഞു തനിക്ക് ഇനി 1 നാഴിക ബാക്കിയുണ്ട്. ആ 1 നാഴിക അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തപസ് ചെയ്ത് രക്ഷപ്പെട്ടു എന്നാണ്. ആ 1 നാഴിക ഉണ്ടായാലും മതി. തീവ്രമായിട്ട് വൈരാഗ്യം വന്നിട്ട് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ രക്ഷയെ. അതാണ് പറഞ്ഞത്. ശ്രീവല്ലഭനുണ്ട് അലിവെങ്കിൽ. ശ്രീവല്ലഭൻ എന്ന് പറഞ്ഞാൽ, വല്ലഭൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നർത്ഥം അല്ലേ? വല്ലഭൻ. അപ്പോൾ ശ്രീവല്ലഭൻ ആരുടെ വല്ലഭൻ? മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താണെന്ന് പറയുക, ഹൃദയഗഹ്വരത്തിൽ നിവസിക്കുന്ന ചൈതന്യം ഉണ്ട് അലിവെങ്കിൽ ആയുസ് ആവശ്യമില്ല, അതിനെത്രയൊന്നും അത് ഒരു പുരുഷായുസൊന്നും വേണ്ട, 1 നാഴിക മതിയെന്നാ. ഗഡ്വാങ്കനൊരു ഒരേ മുഹൂർത്തം കൊണ്ട് അന്ന് ഗോവിന്ദ പാദാരവിന്ദം. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമായി വരും. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ പഞ്ചപഞ്ചാശ സർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 797-ാമത്തെ എപ്പിസോഡാണ് നാളെ പറയാം. അതായത് 56-ാം സർഗം, ഭിക്ഷുവിൻ്റെ ദ്രോഹാനുഭവം. എങ്ങനെയാണ് ആൾക്കാർ അദ്ദേഹത്തിനെ ദ്രോഹിച്ചത്, അതിൽ നിന്ന് അദ്ദേഹം എന്തു പഠിച്ചു, അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ നിത്യ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.